ഇറച്ചിക്കറിയെ വെല്ലുന്ന വറുത്തരച്ച ഒരു കടച്ചക്ക കറിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സാധാരണ വലിപ്പമുള്ള കടച്ചക്ക, അതിന്റെ തൊണ്ടും നടുക്കത്തെ കോറും കളഞ്ഞ് ഒരു 3/4 ഇഞ്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ആ കടച്ചക്ക ഒരു പോട്ടിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് 2 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വയ്ക്കുക. ഈ സമയം നമുക്ക് കുറച്ച് സ്പൈസസ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 5 ഗ്രാമ്പു, 5 ഏലക്ക, അല്പം കറുവാപ്പട്ട, 5 കശുവണ്ടി, 1 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ജീരകത്തിന്റെ കളർ ഇങ്ങനെ ഒരു ബ്രൗൺ ആകുമ്പോഴത്തേന് സ്റ്റൗ ഓഫ് ആക്കാം. അതിനുശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് അത് ആ മിക്സിയുടെ ജാറിൽ തന്നെ ഹീറ്റ് ചെയ്യുക. ഇനി ആ സെയിം പാൻ മീഡിയം ഫ്ലെയിമിൽ വീണ്ടും സ്റ്റൗവിലേക്ക് വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഇടയ്ക്ക് നമ്മുടെ കടച്ചക്ക ഒന്ന് മൂട് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 5 ചെറിയുള്ളി അരിഞ്ഞത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, 5 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 5 പച്ചമുളക് അരിഞ്ഞത് എന്നിവ ചേർക്കുക. എന്നിട്ട് ഇത് ഇളക്കി സവാള ഒരു ബ്രൗൺ കളർ ആകുന്നോടം വരെ മൂപ്പിക്കുക. ആ സവാള ഒരു ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 2 കറിവേപ്പില ചേർക്കുക. എന്നിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി മൂപ്പിക്കുക. ആ കറിവേപ്പില ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ചേർക്കുക. എന്നിട്ട് ഈ തേങ്ങ ഒന്ന് റോസ്റ്റ് ആകുന്നോടം വരെ ഇളക്കി മൂപ്പിച്ചെടുക്കുക. തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ ഇത് ഇളക്കി മൂപ്പിക്കണം. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ കടച്ചക്ക ഏതാണ്ട് 1/4 ഭാഗം വെന്തിരിക്കും. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കി ഇത് മാറ്റി വയ്ക്കാം. ഈ തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്നോടം വരെ മൂപ്പിക്കണം, കരിഞ്ഞു പോകരുത്. പക്ഷേ ഇപ്പോൾ ഈ തേങ്ങ ഒരുമാതിരി നല്ല ഈവനായിട്ട് റോസ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മസാല 1 മിനിറ്റ് ഇളക്കി മൂപ്പിക്കുക. അതിനുശേഷം ഇത് മാറ്റി തണുക്കാൻ വെക്കുക. ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്ത തേങ്ങയുടെ മിക്സ് ആ പൊടിച്ചെടുത്ത സ്പൈസ് മിക്സിന്റെ കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി എളുപ്പത്തിൽ അരയുന്നതിന് വേണ്ടി അല്പം വെള്ളവും ചേർത്ത് നല്ല സ്മൂത്തായി അരച്ചെടുക്കുക. ആ മസാലക്കൂട്ട് അധികം വെള്ളം ചേർക്കാതെ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തു. ഇനി ആ കടച്ചക്ക വീണ്ടും സ്റ്റൗവിലേക്ക് മാറ്റുക. എന്നിട്ട് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഇപ്പോൾ അരച്ചു വെച്ച മസാല ഇതിലേക്ക് ചേർക്കുക. ആ മസാല ഒട്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് അത് മിളക്കി ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഇതിടയ്ക്ക് 2-3 പ്രാവശ്യം മൂട് തുറന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഒരു പാന് മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിലേക്ക് വയ്ക്കുക. ആ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. എന്നിട്ട് കടുക് പൊട്ടുമ്പോൾ തെറിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 5 ഉള്ളി അരിഞ്ഞ് ചേർക്കുക. എന്നിട്ട് ഇളക്കി ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആകുന്നതും വരെ മൂപ്പിക്കുക. ആ ഉള്ളി ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 4 കറിവേപ്പില ചേർക്കുക. എന്നിട്ട് ആ കറിവേപ്പില ഒന്ന് മൂക്കാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് ഇളക്കുക. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേന് സ്റ്റൗ ഓഫ് ആക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് 1 മിനിറ്റ് ഈ മസാല ഇളക്കി മൂപ്പിക്കുക. ഇതിലേക്ക് ഇപ്പം മൂപ്പിച്ച മുളകും ഉള്ളിയെല്ലാം കൂടി ചേർക്കുക. ഈ പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് മസാല നഷ്ടപ്പെടാതെ നല്ലപോലെ മിഴക്കി ചേർക്കുക. ഈ ഫ്ലെയിം ലോയിലേക്ക് ആക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ സിമ്മറിൽ ഇത് ഒരു 5 മിനിറ്റ് വെക്കുക. ഈ മസാലയൊക്കെ ഇതിൽ നല്ലപോലെ ഇൻഫ്യൂസ്ഡ് ആകാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ആക്കാം. അങ്ങനെ ഇറച്ചിക്കറിയെ വെല്ലുന്ന അടിപൊളി വറുത്തരച്ച കടച്ചക്ക കറി ഇവിടെ റെഡിയായി. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.